വനനിയമത്തിൽ മാറ്റം വരുത്താനായി ഗസറ്റിൽ ഇറക്കിയ വിജ്ഞാപനം ജനങ്ങളുടെ മേലുള്ള വെല്ലുവിളിയെന്ന DCC മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി കെ പൗലോസ്. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി വെള്ളിലാങ്കണ്ടത്ത് സംഘടിപ്പിച്ച PT തോമസ് അനുസ്മരണവും രാഷ്ട്രീയ നയവിശദീകരണ യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറി 20 ദിവസത്തിനുള്ളിൽ കർഷകദ്രോഹ നടപടി ആരംഭിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരിക്കുന്ന പാർട്ടിക്ക് വനം വകുപ്പിനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് 430 പഞ്ചായത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കി കരിനിയമം നടത്താൻ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ കരട് പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമെന്നും റോയി കെ പൗലോസ് പറഞ്ഞു. ഒരു സംശയമുണ്ടായാൽ മതി, ഏതെങ്കിലും ഒരു കേസിൽ ഇന്ന കക്ഷിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് ഒരു സംശയം തോന്നിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ഏതൊരു വീട്ടിൽ കയറി പരിശോധിക്കാനും ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാനും നിലവിലെ നിയമ ഭേദഗതി അധികാരം നൽകുന്നു. ചെറിയ അപകടമാണോ നമ്മുടേതുപോലുള്ള മലയോര മേഖലയില് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ തന്നെ ഫോറസ്റ്റുകാരെ കൊണ്ടുള്ള ശല്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, തോന്നിയവാസം നടത്തിക്കൊണ്ടിരിക്കുക. ഭരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെന്നാ പറഞ്ഞത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് M.M. മണിയുടെയും വർഗീസിന്റെയൊക്കെ പ്രസ്താവന വായിക്കാറില്ലേ പത്രങ്ങളിലൂടെ? ഇടയ്ക്കിടയ്ക്ക് അവർ ഫോറസ്റ്റ് ഓഫീസിൽ മുമ്പ് പോയി സമരം ചെയ്യുന്നത് കാണാറില്ലേ? DFO ഓഫീസിൽ മുമ്പിൽ സമരം ചെയ്യുന്നത് കാണാറില്ലേ? അവരെന്നാ പറയണത്? വനം വകുപ്പ് സമാന്തര സർക്കാരാകാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇതാരോടായി M.M. മണിയും C.V. വർഗീസും ഒക്കെ പറയുന്നത്? നാണമാകും കേൾക്കുമ്പോ ഈ കേരള ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ചങ്ങണ്ടെന്നൊക്കെ പറയുന്ന ചങ്ങാതി നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ആരോടായി കുറ്റം പറയുന്നത്? PT തോമസിന്റെ 3ാം അനുസ്മരണവും രാഷ്ട്രീയ നയവിശദീകരണ യോഗവുമാണ് വെള്ളിലാങ്കണ്ടത്ത് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടിക്ക് മുന്നോടിയായി PT-യുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സണ്ണി വെങ്ങാലൂർ, ജോയി തോമസ്, രാജലക്ഷ്മി, അനീഷ്, റോയി എവറസ്റ്റ്, സണ്ണി കക്കുഴി, CK സരസൻ തുടങ്ങിയവർ സംസാരിച്ചു.